ഞാനേ ബസ്സിൽ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിന് പകരം എയർപോർട്ടിൽ വന്ന് കയറി കൊടുത്തു. എന്തായിരിക്കും അവസ്ഥ? ഒരു അരമണിക്കൂർ ഞാൻ പകച്ചുപോയെന്ന് പറഞ്ഞാൽ പകച്ചുപോയി. ഇതാണ് നമ്മുടെ ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഇത് എയർപോർട്ടെന്ന് വെച്ച് ഞാൻ കയറാതെ പോയതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് എന്നുള്ളത്. ശരിക്കും ഒരു എയർപോർട്ടിന്റെ ഫെസിലിറ്റിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ എയർപോർട്ട് പോലും ഇതിന്റെ അടുത്ത് എത്തില്ല എന്നുള്ളതാണ് ഒഡീഷയിലെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കേട്ടോ. അതിനകത്ത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് അതൊക്കെ വായിച്ച് പഠിക്കാൻ പറ്റും, കാണാൻ സാധിക്കും. ഇനി ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചെന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവരുടെ തനത് ഫുഡിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഒഡീഷയിലെ ഫുഡ് എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ്. അത് വെജ് ഐറ്റംസ് ഉണ്ട്, നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. വെജ് ഐറ്റംസ് ആണ് ഓൾമോസ്റ്റ് കൂടുതൽ കേട്ടോ. പക്ഷേ എല്ലാത്തിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. ഞാനിവിടെ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുള്ള എനിക്ക് തന്നെ അറിയത്തില്ല. ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാം ഓർഡർ ചെയ്തതെല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് ഇനി എന്ന് വരുമെന്നുള്ളതാണല്ലേ.